ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്നറിയോ? ഇതാണ് ചേമ്പുംതട. പഴയ കാലത്തെ ആൾക്കാർ ഒരുപാട് കഴിച്ചിരിക്കുന്ന ഒരു ഐറ്റം ഇത്. ഇന്നത്തെ തലമുറയിൽപ്പെട്ട പിള്ളേർക്ക് ഒരു പക്ഷേ ഇത് കാണുമ്പോൾ ഇതെന്താ സാധനമെന്ന് ചോദിക്കും. കാട്ടിൽ നിന്നിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇത് ചേമ്പുംതടയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുറേ ഐറ്റങ്ങളാണ്. അതായത് ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും 2-3 ചേമ്പും കാച്ചിലും കപ്പയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ അങ്ങനൊന്നുമില്ല. വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യുന്നുള്ളൂ. ഇത് പുഴുങ്ങിയൊക്കെ ധാരാളം കഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ പലർക്കും ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട് അല്ലേ? നമുക്കെന്തായാലും ശരി, സമയം കളയാതെ ഇതും കൊണ്ട് നല്ല നാടൻ രീതിയിൽ ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കും. അപ്പം നമുക്ക് ഇതൊന്ന് ചെത്തി റെഡിയാക്കി എടുക്കണം. ഇതൊരു വലുതായിരുന്നു കേട്ടോ. കുറച്ച് നമ്മളെടുത്ത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയായത്. അപ്പം നമുക്കിത് ആവശ്യമുള്ള കുറച്ച് അങ്ങോട്ട് എടുക്കാം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു പക്ഷേ ഇത് കാണുമ്പോൾ ഇതെന്ത് സാധനമാണ്, അവർക്കൊരു പിടിയും കിട്ടത്തില്ല. കാര്യം എന്താണെന്നറിയോ? അവർ പലരും കഴിക്കാത്ത ഐറ്റങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ. അപ്പം നമ്മൾ പഴയ കാലത്തെ രീതികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ? പണ്ട് കാലത്തെ ആൾക്കാരെ ഒരുപാട് ഇത് കഴിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലല്ലോ, ബുദ്ധിമുട്ടുള്ള സമയമാണ് ആഹാരത്തിനൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്ന് നല്ലപോലെ കഴിക്കൊണ്ട് വരട്ടെ, വന്നിട്ട് വേണം നമുക്കിത് അരിഞ്ഞെടുക്കാൻ. ഇതേപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. കാര്യം മണ്ണൊക്കെ ഉള്ളതല്ലേ. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഈ ഒരു രീതിക്ക് ഒന്ന് അരിഞ്ഞെടുക്കുക. ഈ അരിഞ്ഞ നമ്മൾ ബേസിൻ്റെ അകത്തോട്ട് ഇട്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു വെക്കും, അല്ലെങ്കിൽ ഇത് കറുത്ത് പോകും. ചിലത് ചൊറിയുന്നുണ്ട്, പക്ഷേ ഇത് ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ കുറച്ചെടുത്ത് റെഡിയാക്കി കഴിച്ചതാണ്. അതുകൊണ്ട് പിന്നെ നമുക്കത് മനസ്സിലായി ചൊറിച്ചിലൊന്നും ഇല്ലാത്തതാണ്. അതുമല്ല വേറെ ഉണ്ട്, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കറിക്കുള്ള ആവശ്യത്തിലുള്ള എടുത്തിട്ടുണ്ട്. ഇതേപോലെ കനം കുറച്ചൊന്ന് അരിച്ച് വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇടുക. ഇനി അത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കഴുകിക്കൊണ്ട് വരട്ടെ, ഇതെല്ലാം കൊണ്ടൊന്ന് മാറ്റട്ടെ. അപ്പോൾ നമ്മൾ ചേമ്പുതടയൊക്കെ കഴുകി ഇതേപോലെ കിഴുത്ത പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാൽ അത് ഇരിക്കട്ടെ. ഇനി ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഇതേപോലെ കുഴിയുള്ള ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ചീനച്ചട്ടി ഒന്ന് ചൂടായ ശേഷം ആദ്യം തന്നെ ഞാനൊരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ആദ്യമേ വേണ്ടത് ഇതേപോലെ കുറച്ച് വറ്റൽ മുളകാണ്. ഇത് കാശ്മീരി മുളകാണ്, എരിവില്ലാത്തതാണ്. ഇതൊരു 10-15-20 എണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഈ മുളകൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ മുളക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു കോരി മുളക് വറുത്ത് മാറ്റിയ ശേഷം നമുക്കിനിയും വേണ്ടത് മല്ലിയാണ്, പച്ചമല്ലി. അതങ്ങോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. തീ കുറച്ച് വെച്ചിട്ട് ഈ മല്ലി ഇവിടെ വറുക്കണം. സാധാരണ മല്ലിയും മുളകും കൂടെ വറക്കുമ്പോൾ ഒന്നിച്ചിട്ടാണ് വറക്കുന്നതല്ലേ, ഞാൻ 2ആയിട്ട് വറുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മല്ലി റെഡി ആയതിനു ശേഷം ഇതങ്ങോട്ട് കോരിയെടുക്കും. ആവശ്യത്തിനുള്ള മല്ലിയും മുളകും ഒക്കെ നമ്മൾ വറുത്തിട്ടുണ്ട്. ഇതൊന്ന് അരയ്ക്കണം, നല്ലപോലെ ഒന്ന് അരയ്ക്കണം. അതൊന്ന് അരച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ അടുപ്പിലോട്ട് തന്നെ ഞാൻ ഈ മൺചട്ടിക്കകത്താണ് കറി റെഡിയാക്കുന്ന ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കും. ചട്ടി ഒന്ന് ചൂടായ ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എണ്ണ ഒന്ന് ചൂടായ ശേഷം ഒരു 5-6 വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ഇളക്കി കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, അത് നല്ല ജീരകം, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് വേണ്ടത് നമുക്ക് കുറച്ച് കൊച്ചുള്ളിയാണ്. ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ അകത്ത് നിറച്ചു എടുത്തിട്ടുണ്ട്. ആ കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ലതാണ് കൊച്ചുള്ളി ചേർക്കുന്നത്. ഉള്ളിയും കൂട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കറിക്ക് ഉള്ളി ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഏറെ എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു 2-3 പച്ചമുളക്. കാര്യം മറ്റേ മുളകിനെന്ന് പറഞ്ഞ എരിവ് കുറവാണ്. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനൊരു 3 പച്ചമുളക് ഒന്ന് 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കും.
ഇനി ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. പഴുത്ത് നോക്കി മീഡിയം രീതിയിൽ 2 തക്കാളി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതുപോലെ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നമുക്കൊന്നും അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ച് വെക്കുക. അപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് തൽക്കാലം നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. ഇവിടെ ഇരിക്കട്ടെ. തക്കാളി അങ്ങനെ വെത്ത് ഉടയൊന്നും വേണ്ട. ഇതേപോലെ ചെറുതായിട്ടൊന്ന് മാടി വരുമ്പോഴത്തേക്കും ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പത്തട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ചേമ്പത്തട ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില അതുകൂടെ ഇങ്ങനെ ഒരു കിരി അങ്ങോട്ട് ഇട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ഇട്ടില്ല, കാര്യം ഉപ്പ് പിന്നീട് ഇട്ടാൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മൂടി വെക്കണം. എന്തിനാണെന്നറിയാം, നല്ലപോലെ ഒരു തിള വന്നിട്ട് വേണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാൻ. ഇപ്പം നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ തിളയായിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതേപോലെ നല്ലപോലെ തിളയായതിനു ശേഷം നമുക്കൊരല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതായത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് പൊടി. അപ്പോൾ ഇതൊരല്പം വേവുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഇപ്പോൾ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ, കാര്യം ഇതൊന്ന് വേകട്ടെ. ഇപ്പോൾ ഒരു അല്പസമയം ആയിട്ടുണ്ട്, കാര്യം നമ്മളത് വേകാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇപ്പോൾ വെന്ത് കാണും. തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു കഷ്ണം എടുത്ത് നോക്കട്ടെ, വെന്തോ നോക്കട്ടെ. നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ വെന്തതിന് ശേഷം ഇനി നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ജാറിൻ്റെ അകത്തുള്ള അരപ്പും കൂടിക്ക് എടുക്കാം. ഇതൊഴിച്ചു. അപ്പം നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. തേങ്ങ ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റോട് കൂടി ഒരു നാടൻ കറി. അപ്പോൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. ഒരല്പസമയം ഇരിക്കട്ടെ, നല്ലവണ്ണം തിളക്കട്ടെ. ഇപ്പം നല്ലപോലെ തിളയായിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിക്ക് പകരം നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് കേട്ടോ. ഒക്കെ ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ. നല്ല ടേസ്റ്റോട് കൊടുത്ത് നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇത് താഴോട്ടൊന്ന് വെക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ ഇതേപോലത്തെ നാടൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇത് താളിച്ചൊഴിക്കുന്നത് അന്നപ്പോഴാണ് ആ കറി റെഡി ആവുന്നത്. ഇനി ഒരല്പം വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കും. ഇപ്പോൾ 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ചാൽ ഇത് കറിവേപ്പില. ഇപ്പോൾ താളിയിലൊക്കെ കഴിഞ്ഞു. ഇത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ചേമ്പത്തട കൊണ്ട് നല്ലൊരു കറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വീട്ടിലുള്ള ഐറ്റങ്ങൾ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ ഒരു കറി കേട്ടോ. സാധാരണ നമ്മൾ തേങ്ങ വറുത്തൊക്കെ അരയ്ക്കും, പക്ഷേ തേങ്ങ ഒഴിവാക്കിക്കൊണ്ട് ഒരു മുളക് കറി ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. അപ്പം ഇതേപോലെ ചേമ്പത്തട കിട്ടുമ്പോഴത്തേക്കും ഒന്ന് ചെയ്തു നോക്ക്. ഇനി ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബായ്.